يا أيها الذين آمنوا إن تطيعوا الذين كفروا يردوكم على أعقابكم فتنقلبوا خاسرين بل الله مولاكم وهو خير الناصرين سنلقي في قلوب الذين كفروا الرعب بما أشركوا بالله ما لم ينزل به سلطانا ومأواهم النار وبئس مثوى الظالمين يا أيها الذين آمنوا അല്ലയോ സത്യവിശ്വാസികളെ ഇൻ തുതീഉല്ലദീന കഫറു നിങ്ങൾ നിഷേധികളെ അനുസരിച്ചാൽ യറുദ്ദൂകും അലാ അഅഖാബികും അവർ നിങ്ങളെ പരിപൂർണമായി മടക്കുന്നതാണ് ഫതൻഖലിബൂ ഖാസിരീൻ അപ്പോൾ നിങ്ങൾ വലിയ നഷ്ടത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ബലില്ലാഹു മൗലാക്കും പക്ഷേ അല്ലാഹുവാണ് നിങ്ങളുടെ സഹായി വഹുവ ഖൈറുൻ നാസിരീൻ അല്ലാഹു സഹായികളിൽ വളരെ ഉത്തമനാകുന്നു സനുൽഖി ഫീ ഖുലൂബില്ലദീന കഫറൂ നിഷേധികളുടെ മനസ്സിൽ നാം ഇട്ടുകൊടുക്കുന്നതാണ് അർറുഅബ് ഉൾഭയത്തെ ഇട്ടുകൊടുക്കുന്നതാണ് ബിമാ അശ്റകൂ ബില്ലാഹ് അവർ അല്ലാഹുവിനോട് പങ്കുചേർക്കുന്ന കാരണത്താൽ മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന അല്ലാഹു ഒരു രേഖയും ഇറക്കാത്ത വസ്തുക്കളെ പങ്കുചേർക്കുന്ന കാരണത്താൽ വമഅവാഹുമുന്നാർ അവരുടെ വാസസ്ഥലം നരകമാണ് വബിഅസ മസ്വൽ-ളാലിമീൻ അക്രമികളുടെ വാസസ്ഥലം മഹാമോശം തന്നെ. അല്ലാഹു ഈ ആയത്തിലൂടെ ആദ്യം സത്യവിശ്വാസികളെ അതീവ ഗൗരവമായ ഒരു കാര്യം ഉപദേശിക്കുകയാണ്. അതായത് നിഷേധികളായ ആളുകൾ നിങ്ങളോട് നിഷേധവുമായി ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും കൽപ്പിച്ചാൽ അതിനെ അനുസരിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ ആരെങ്കിലും പറയുന്നത് അനുസരിക്കണമെങ്കിൽ ഒന്നാമതായി അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടായിരിക്കണം. രണ്ടാമതായി അവർ പറയുന്ന കാര്യം സത്യമായിരിക്കണം. നിഷേധികളായ ആളുകൾ നിങ്ങളോട് ശത്രുതയുള്ളവരാണ്. അവർ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് നാശകരമായ വിഷയങ്ങളായിരിക്കും. ഉഹദ് യുദ്ധത്തിന്റെ ആരംഭത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായി. ഇതിനെ തുടർന്ന്
ചില കപടവിശ്വാസികളായ ആളുകൾ മുസ്ലിമീങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മക്കക്കാരുമായി നല്ല ബന്ധത്തിലായി അവർ പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തിറങ്ങിയത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തുതീഉല്ലദീന കഫറൂ, അല്ലയോ സത്യവിശ്വാസികളെ, നിഷേധികളുടെ വലിയ ചിന്തയും ആഗ്രഹവും പരിശ്രമവും നിങ്ങൾ സത്യത്തിന്റെ പ്രകാശത്തിൽ നിന്നും നിഷേധത്തിന്റെ ഇരുളിലേക്ക് വരണമെന്നാണ്. അതിനുവേണ്ടി അവർ ഓരോ സാഹചര്യങ്ങളെയും സമയങ്ങളെയും പ്രയോജനപ്പെടുത്തി നിങ്ങളോട് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ പറയും. പ്രത്യേകിച്ചും പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും സന്ദർഭങ്ങൾ അന്നും ഇന്നും നിഷേധികൾ മുതലെടുക്കുന്നതാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കിൻ, നിങ്ങൾക്ക് അധികാരം വേണമെങ്കിൽ അധികാരം, സ്ഥാനമാനങ്ങൾ വേണമെങ്കിൽ സ്ഥാനമാനം, വല്ലവന്റെയും സമ്പത്ത് പിടിച്ചു പറിച്ചു തരണമെങ്കിൽ അങ്ങനെ, ഈ രീതിയിലുള്ള ദുരാഗ്രഹങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ ഇട്ടുതരും. അള്ളാഹു പറയുന്നു, നിങ്ങൾ അപ്രകാരം അവർ പറയുന്നത് കേൾക്കരുത്. കേട്ടാലോ, യറുദ്ദൂകും അലാ അഅഖാബികും, അവർ നിങ്ങളെ സത്യത്തിൽ നിന്നും പരിപൂർണമായി മടക്കുന്നതാണ്. കാരണം അവരുടെ ലക്ഷ്യം തന്നെ അതാണ്. ഫതൻഖലിബു ഖാസിരീൻ, അങ്ങനെ നിങ്ങൾ നഷ്ടവാളികളായിത്തീരും. ഈ ആയത്തിന്റെ ഉദ്ദേശം അമുസ്ലിം സഹോദരങ്ങളിൽപ്പെട്ട നമ്മളോട് സ്നേഹത്തിലും യോജിപ്പിലും കഴിയുന്ന ആളുകൾ ന്യായമായ വല്ലതും പറഞ്ഞാൽ അതിനെ തള്ളിക്കളയണമെന്നല്ല. നമ്മളുമായി ശത്രുത വ്യക്തമാക്കിയ ആളുകൾ ശത്രുതാപരമായ എന്തെങ്കിലും കുഴപ്പങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് ചാടിക്കാൻ വല്ലതും പറഞ്ഞാൽ, നമ്മളുമായി ബന്ധപ്പെട്ട സാധാരണ ഉദാഹരണം, ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠനവും ഹദീസ് പഠനവുമായിട്ടെല്ലാം മുമ്പോട്ട് പോയാൽ നിങ്ങളുടെ ഭാവി വളരെ ഇരുളടഞ്ഞതാകും. അംഗീകരിക്കില്ല. നമ്മൾ അംഗീകരിച്ചാൽ അത് നമ്മളുടെ നാശമായിരിക്കും, നഷ്ടമായിരിക്കും. അതേസമയം നമ്മുടെ അയൽവാസികളായ ഏതെങ്കിലും അമുസ്ലിം സഹോദരൻ, മോനെ തണുത്ത വെള്ളം ലക്കും ലഗാനുമില്ലാതെ കുടിക്കരുത്, ആരോഗ്യത്തിന് ബുദ്ധിമുട്ടാണ്, ഉടനെ ഖുർആനിൽ നിങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാനങ്ങോട്ട് കുടിക്കാൻ പോവുകയാണ്, ഇത് തീർത്തും തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഉദ്ദേശം നിഷേധവുമായി ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും പറഞ്ഞു. നിങ്ങളിങ്ങനെ താടി വെച്ചാൽ ശരിയാകത്തില്ല, സ്ത്രീകളിങ്ങനെ ശരീരം മറച്ചുകൊണ്ട് കിടന്നാൽ അവർക്ക് പുരോഗതി ലഭിക്കുകയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അതനുസരിക്കുന്നത് അപകടമായിരിക്കും. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, പിന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ ആര് നോക്കും? ഇന്ത്യ ഭരണം അവരുടെ കയ്യിലാണ്, കേരളത്തിന്റെ ഭരണം അവരുടെ കയ്യിലാണ്, നമ്മുടെ നാടിന്റെ കാര്യങ്ങളെല്ലാം അവരാണ് നോക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലെങ്കിൽ ശരിയാകുമോ? അള്ളാഹു പറയുന്നു, ബലില്ലാഹു മൗലാക്കും, അറിയണം നിങ്ങൾ സത്യത്തിന്റെ വാഹക സംഘമാണോ, സത്യത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കുകയും മരിക്കുകയും ചെയ്തവരാണ് എന്ന് തീരുമാനിച്ചവരാണോ? അള്ളാഹു നിങ്ങളെ സഹായിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീക്കുണ്ടത്തിൽ സഹായിച്ചതുപോലെ, മൂസാ നബി അലൈഹിസ്സലാമിനെ ഇളകി മറഞ്ഞ തിരമാലകൾക്കിടയിൽ സഹായിച്ചതുപോലെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇന്ന് വരെയും വന്നിട്ടുള്ള സത്യവിശ്വാസികളെ സഹായിച്ചതുപോലെ പടച്ചവൻ നിങ്ങളെ സഹായിക്കും. ബലില്ലാഹു മൗലാക്കും, സത്യത്തിലൂടെ സഞ്ചരിക്കുന്നവരുടെ സഹായി അല്ലാഹുവാണ്.
വഹുവ ഖൈറുൻ നാസിരീൻ. അല്ലാഹുവാണ് ഏറ്റവും ഉത്തമനായ സഹായി. ഉഹദിന്റെ യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് ശത്രുക്കൾ മുദ്രാവാക്യം വിളിച്ചു, ഹുബുൽ ഹുബുൽ നീണാൽ വാഴട്ടെ, ഹുബുൽ എന്ന വിഗ്രഹം സിന്ദാബാദ് എന്ന് വിളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞ മറുപടി പറയും. അവർ പറഞ്ഞു, എന്താ മറുപടി പറയേണ്ടത്? പറയിൻ, അല്ലാഹു മൗലാന വലാ മൗലാലക്കും, ഞങ്ങളുടെ സഹായി അല്ലാഹുവാണ്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു സഹായിയുമില്ല. ബലില്ലാഹു മൗലാക്കും വഹുവ ഖൈറുൻ നാസിരീൻ. ഇനി അല്ലാഹു തആല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം പറയുകയാണ്. നിങ്ങൾ പടച്ചവനുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് നീങ്ങിയാൽ പടച്ചവന്റെ ഭാഗത്തു നിന്നും സഹായം, സന്തോഷം, സംതൃപ്തി, വിജയത്തിന്റെയും മോക്ഷത്തിന്റെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ സത്യത്തിൽ ഉറച്ചു നിന്നാൽ നിഷേധികളുടെ മനസ്സിൽ അല്ലാഹു തആല നിങ്ങളെപ്പറ്റിയുള്ള ഭയം ഇട്ടുകൊടുക്കുകയും ചെയ്യും. സനുൽഖി ഫീ ഖുലൂബില്ലദീന കഫറുർ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ സത്യത്തിന്റെ സരണിയിൽ ഉറച്ചു നിന്നാൽ ഞാൻ ഈമാനിലായി ജീവിക്കും, പടച്ചവന് പൊരുത്തമായ നിലയിൽ കഴിയും എന്ന് നിങ്ങൾ തീരുമാനിച്ച് നീങ്ങിയാൽ അല്ലാഹു തആല നിഷേധികളുടെ മനസ്സിൽ ഉൾഭയത്തെ ഇട്ടുകൊടുക്കും. ഈ കാലഘട്ടത്തിലും പാവപ്പെട്ട മുസ്ലിം സമുദായം വളരെ പ്രയാസകരമായ അവസ്ഥയിൽ, നമുക്കാരെയും കൊല്ലാനുള്ള ശക്തിയുമില്ല, ആഗ്രഹവുമില്ല. പക്ഷേ കാണുമ്പോൾ തന്നെ ആളുകൾ പേടിക്കുന്നു. പടച്ചവൻ മനസ്സിൽ ഇട്ടുകൊടുക്കും, ഉൾഭയത്തെ ഇട്ടുകൊടുക്കും. സനുൽഖി ഫീ ഖുലൂബില്ലദീന കഫറുർ റുഅബ്. അങ്ങനെ എന്തിനാ ഇട്ടുകൊടുക്കുന്നത്? ബിമാ അശ്റകൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന. പടച്ചവൻ ഒരു രേഖയും അവതരിപ്പിക്കാത്ത വസ്തുക്കളെ പടച്ചവനോട് അവർ പങ്കുചേർക്കുന്ന കാരണത്താൽ. ഈശ്വരൻ ഒരുവനെന്ന് അവരും അംഗീകരിക്കുന്നുണ്ട്, എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പടച്ച തമ്പുരാനോട് ഇതര വസ്തുക്കളെയും വ്യക്തികളെയും പങ്കുചേർക്കുന്നതിന്റെ പേരിൽ അവരുടെ മനസ്സിൽ അല്ലാഹു ഉൾഭയം ഇട്ടുകൊടുക്കും. ബഹുദൈവാരാധന നാശത്തിലേക്കുള്ള വഴിയാണ്. വമഅവാഹുമുന്നാർ. ഇത് ഈ ലോകത്ത് അവരുടെ മനസ്സിൽ ഉൾഭയം കാണും. അവരുടെ അന്ത്യസ്ഥാനം നരകമാണ്. വബിഅസ മസ്വൽ-ളാലിമീൻ. അക്രമികളുടെ അന്ത്യസ്ഥാനം മഹാമോശം തന്നെയാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ അക്രമമാണ് പടച്ചവനോട് പങ്കുചേർക്കൽ. ആരാധന എന്ന് പറയുന്ന മഹിമയാർന്ന കാര്യം പടച്ചവന് സമർപ്പിക്കുന്നതിന് പകരം ഇതര വ്യക്തികൾക്കും വസ്തുക്കൾക്കും സമർപ്പിക്കുക കടുത്ത അക്രമമാണ്. അതിന്റെ ഫലമായി നിഷേധികൾ ഒരു ഭാഗത്ത് നാളെ നരകത്തിൽ പോകും, മറുഭാഗത്ത് ഈ ലോകത്ത് ഉൾഭയത്തിൽ തന്നെ കഴിയും. വലിയ അധികാരം, സ്ഥാനമാനങ്ങൾ, ആയുധത്തിന്റെ കൂമ്പാരം. പക്ഷെ ഇന്നും നിഷേധികൾ പേടിച്ച് വിറയ്ക്കുകയാണ്. മാനസിക രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രി ഉറക്കമില്ല, ഉറക്കത്തിനിടെ ഞെട്ടി എഴുന്നേക്കുന്നു. പടച്ചവൻ അറിയിക്കുന്നു, ഷിർക്കിന്റെ കുഴപ്പമാണ്. മറുഭാഗത്ത് തൗഹീദ് ശീതളച്ചായയാണ്, ശുദ്ധജലമാണ്, ഉന്നതമായ ഔഷധമാണ്. പാതിരാവിന്റെ ഇരുളുകളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. പ്രയാസ പ്രശ്നങ്ങൾക്കിടയിലും അല്ലാഹു മൗലാന എന്ന് പറയും. ദുഃഖത്തിന്റെ ആഴിയിലും പടച്ചവനെ വിളിക്കും, പടച്ചവനെ പ്രതീക്ഷ അർപ്പിക്കും. വിശ്വാസി എന്നും പ്രതീക്ഷയിലാണ്, എന്നും സുന്ദരമായ ജീവിതത്തിലാണ്. അല്ലാഹു നമുക്ക് ഇത് മനസ്സിലാക്കി ജീവിതത്തെ നന്നാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ.